ദൃഷ്ടിദോഷം പൊതുവെ ഭേദപ്പെട്ട് ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്, അഥവാ കണ്ണേർ എന്ന് പറയുന്നത്. ഇതുണ്ടാവാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നല്ലൊരു ജോലി, നല്ല വരുമാനം, നല്ല സാമ്പത്തിക സ്ഥിതി, സന്തോഷം, ഇവ ഉള്ളിടത്ത് ഈ പറയുന്ന ദൃഷ്ടി പതിയും. ആരുടെ? നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ആവാം, നമ്മുടെ ബന്ധുക്കളുടെ ആവാം, നമ്മുടെ സുഹൃത്തുക്കളുടെ ആവാം, നാട്ടുകാരുടെ ആകാം, ആരുടെയും ആകാം. ഇവൻ അച്ഛൻ്റെയോ അമ്മയുടെ വരെ ആകാം. ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ക്ഷുദ്രമോ ആഭിചാരമോ മന്ത്രവാദമോ മറ്റു കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇത് പൊതുവേ ഒരു വ്യക്തിക്ക് ഏൽക്കുന്നതാണ്. ചില ഗ്രഹനിലയിൽപ്പെട്ടവർ, ഗ്രഹസ്ഥിതിയിൽപ്പെട്ടവർക്ക് ഈ പറയുന്ന ദൃഷ്ടിദോഷം ബാധിക്കാറില്ല. മറ്റു ചിലർ അതിനു വേണ്ടിയിട്ട് ദേഹരക്ഷ ചെയ്യാറുണ്ട്. ദേഹരക്ഷ എന്ന് പറയുമ്പോൾ ഏലസ് മറ്റു കാര്യങ്ങൾ ഇടുക എന്നുള്ളതല്ല. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ പകരം നമുക്ക് തന്നെ ദേഹരക്ഷ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ കണ്ണേർ, എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആദ്യം തിരിച്ചറിയുക. അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ സംശയം തോന്നുക? നമ്മുടെ ലൈഫ് മുകളിലേക്ക് പോകുന്ന ഗ്രാഫ് ഇടയ്ക്ക് താഴേക്ക് വരിക, അത് സ്വാഭാവികമാണ് ഒരു തരത്തിൽ. കാരണം ഒരു ഫ്ലക്ച്വേഷൻ, ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും എപ്പോഴും ലൈഫിൽ. മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ താഴോട്ട് പോവുക എന്ന് പറയുന്നതാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. താഴേക്ക് വരാം, പക്ഷേ എവിടെ നിന്ന് തുടങ്ങി അവിടെ വരെ എത്താൻ പാടില്ല. വീണ്ടും ഉയരാം, ആ രണ്ടാമത് തുടങ്ങിയത് എവിടെ നിന്നാണോ അവിടെ വരെ എത്താൻ പാടില്ല. അങ്ങനെ വളരെ ഗ്രാജ്വലി ഗ്രാഫ് എന്ത് ചെയ്യണം? മുകളിലേക്ക് പോകണം. അങ്ങനെയുള്ളത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. പെട്ടെന്ന് ഒറ്റയടിക്ക് പോകുമ്പോഴാണ് ആ അതേ സ്പീഡിലും അല്ലെ അതിനേക്കാൾ സ്പീഡിൽ താഴേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണീർ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ നല്ല വസ്ത്രം ധരിച്ച് പോകുന്ന ഒരു വ്യക്തി, അല്ലെ നല്ല തൊഴിലുള്ള ഒരു വ്യക്തി, അല്ലെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള ഒരു വ്യക്തി, അപ്പോൾ ആ ആളുകളോട് ചിലർക്ക് ബഹുമാനം ഉണ്ടാവാം, ചിലർക്ക് സ്നേഹം ഉണ്ടാവാം, ചിലർ അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ ആ സ്ത്രീയെ പറ്റി നല്ലത് പറയും. ഇതിന് തികച്ചും ഓപ്പോസിറ്റായിട്ട് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പെൺകുട്ടി പഠിക്കാൻ പോകുന്നു, ഇപ്പോൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നു എന്നിരിക്കട്ടെ. പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ കൾച്ചറിനകത്ത് ചെറിയ മാറ്റം ഉണ്ടാവും, വസ്ത്രധാരണത്തിൽ മാറ്റം ഉണ്ടാവും. അവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്ത്രധാരണമായിരിക്കും ഉപയോഗിക്കുന്നത്. തിരികെ നാട്ടിൽ വരുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കാണും, സ്വാഭാവികം. അപ്പോൾ നമ്മൾ എന്ത് പറയും? അവിടെ പോയപ്പോഴത്തേക്ക് ബാംഗ്ലൂർ ആവാം, ചെന്നൈ ആവാം, ഏത് സ്ഥലമാവാം, പോയപ്പോഴത്തേക്ക് ആൾ കുറച്ച് മാറി, ഇവളുടെ പരിപാടി വേറെയാണോ അല്ല, ഇങ്ങനെ പറയുന്നവരുണ്ട്, സ്വാഭാവികമാണ്, ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, പല കവലകളിലും ഉണ്ട്. രണ്ട്, പാവപ്പെട്ട് വളരെ മാന്യനായിട്ട് നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് അവൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ജീവിക്കാൻ പല പണിയും നോക്കി ഏറ്റവും അവസാനം ഏതിനകത്തെങ്കിലും ഒന്ന് പിടിച്ചു കയറി അവൻ സാമ്പത്തികമായിട്ടൊന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത പറയുന്നത് എന്താണെന്നറിയോ? ഇവൻ എന്തോ വേറെ പരിപാടികളുണ്ട്, അല്ലെ പെട്ടെന്ന് ഇത്രയും പണം ഉണ്ടാവില്ല. രണ്ട്, അല്ലെങ്കിൽ ഇവനെ സഹായിക്കാൻ ഇവൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. കുറച്ച് നാൾ നാട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? ഇപ്പം പുള്ളി ഇവിടെ ഒന്നും ഇല്ല, വേറെ എന്തോ പരിപാടിയാണോ? ഇനി ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയെന്നിരിക്കട്ടെ, പറയും എന്നാലും അവന് വരെ ജോലി കിട്ടി. ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇത് ഒരിക്കലും മാറില്ല. അത് മാറ്റാനും നിൽക്കേണ്ട. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവർ സംസാരിക്കുന്നത് നിങ്ങളുടെ പുറവിൽ നിന്നാണോ? നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് സമയമുണ്ട്. നമ്മൾക്കത് ചിന്തിക്കാനോ അത് കേൾക്കാനോ അതിനെക്കുറിച്ച് വറി ചെയ്യാനോ ഉള്ള സമയം മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി ഇവരിങ്ങനെ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി വൈകി വീട്ടിലേക്ക് വരുന്നു, ജോലി സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ലേറ്റായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ കവലയിലിരുന്ന് എന്ത് ചെയ്യും? അടുത്ത ദിവസം പുതിയ കഥയാണ് അവിടെ വരുന്നത്. വാഹനം ഓടിക്കുന്ന പെൺകുട്ടി അതേ പറയും, അവള് നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല,
എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കണം, അല്ലെ അയാളോട് ഇടപെടുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവേ നമ്മുടെ സമൂഹത്തിലുണ്ട്. പറഞ്ഞേ പറ്റൂ. നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും പറയുന്ന കാര്യങ്ങളാണിത്. ഇപ്പം ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷത്തിനകത്തോ മാന്ത്രികത്തിനകത്തോ പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല. നല്ല അടി, അതേ ഉള്ളൂ. വീട്ടിൽ നല്ല തണ്ടും തടിയുള്ള ആമ്പിള്ളേരുണ്ടെങ്കിൽ ചോദിക്കുക, അത്രേ ഉള്ളൂ. അതല്ല ആൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നേരിട്ട് ചോദിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല ഒരു വ്യക്തിയെക്കുറിച്ച്. പിന്നെ പൊതുവേ ഇതിനകത്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല കേട്ടില്ല എന്നടിക്കണം. കാരണം അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയമുള്ളൂ. അപ്പോൾ കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നതല്ല, പറയാതിരിക്കുന്ന ചിലരുണ്ട്, മനസ്സിൽ കൊണ്ടു നടക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ അയൽപക്കത്തുണ്ടാവാം. അയൽപക്കം എന്നല്ലേ പറയുന്നത്, അയൽപക്കത്തുണ്ടാവാം, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാവാം. ചിരിച്ചു കാണിക്കും. ചാണക്യ നീതി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചാണക്യൻ ആരാന്നറിയാലോ? വിഷ്ണുഗുപ്തൻ, കൗഡില്യൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, അർത്ഥശാസ്ത്രം. അതിലൊരു ഘടകം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, സാപ്താംഗ തിയറി ഓഫ് കൗഡില്യ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പോലും പറയുന്ന ചില ന്യായങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്, ചില നീതികളുണ്ട്. അപ്പോൾ ഇത് യാതൊരു കാരണവശാലും എന്ത് ചെയ്യുക, കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെയും ബാധിക്കും. അതായത് ലൈഫിൽ കുറച്ച് ഗ്രോത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവുന്ന ഏതൊരു വ്യക്തിയും ഇത് ബാധിക്കും. അപ്പോൾ ഇത് എങ്ങനെ അതിനെ നേരിടാം? ഒന്നാമത്തെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ചാണക്യ നീതിയിൽ നിന്നും എടുത്തു തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും രഹസ്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല. എത്ര സ്നേഹമുള്ള കൂടപ്പിറപ്പാണെങ്കിലും രഹസ്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല. അച്ഛനോടും അമ്മയോടും പോലും രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ പാടുള്ളതല്ല. ഭർത്താവിനോടും ഭാര്യയോടും മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നല്ല ജീവിതത്തിന്. കാരണം മനുഷ്യ മനസ്സാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മറ്റൊന്ന് ഇല്ല. കുറച്ച് ലഹരിയും കൂടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പറയണ്ട, വേഗത കുറച്ചുകൂടെ കൂടും, അല്ലേ? നമ്മൾ ഹൈ സ്പീഡ് പെട്രോൾ അടിച്ചതുപോലെ. അപ്പോൾ ചില രഹസ്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത്, നിങ്ങളുടെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ ആരാണ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു വ്യക്തിയെ അനുവദിക്കാൻ പാടില്ല. ചിരിച്ചു കാണിക്കാം, അവരോട് ഒരു ക്യാരക്ടർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എല്ലാ വ്യക്തികൾക്കും ഉണ്ട് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പറയും അതൊരു അസുഖമായിട്ടാണ് പറയുന്നത്, ഡ്യുവൽ പേഴ്സണാലിറ്റി. പക്ഷെ അല്ല, എല്ലാ വ്യക്തികളിലും ഉണ്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി. ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നല്ല പറയേണ്ടത്, ട്രിപ്പിൾ പേഴ്സണാലിറ്റിയോ ചിലപ്പോൾ അതിനപ്പുറമൊക്കെ ഉണ്ടാവും. നമ്മൾ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ, ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്, ഓൾ മെൻ ആർ ആക്ടേഴ്സ് ഇൻ ദ വേൾഡ് സ്റ്റേജ്. നമ്മളെല്ലാം അഭിനയിക്കുന്നു. സ്കൂളിൽ നല്ല വിദ്യാർത്ഥിയായി അഭിനയിക്കുന്നു, വീട്ടിൽ നല്ല മകളായി നല്ല മകനായി അഭിനയിക്കുന്നു, നല്ല ഭാര്യയായി നല്ല ഭർത്താവായി അഭിനയിക്കുന്നു. ഇതുപോലെയാണോ നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ? അല്ല. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് നല്ലതാണ്. ആരുടെയും മുമ്പിൽ റിവീൽ ചെയ്യാത്ത ഒരു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, പിടികൊടുക്കാത്ത ഒരു നിങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ദൃഷ്ടിദോഷത്തിലേക്ക് പോവുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി നിങ്ങൾക്കിതുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ശാരീരികമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ അതിയായിട്ടുള്ള ക്ഷീണം, നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തുടങ്ങി പല കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണോ? ഇതിനെന്ത് ചെയ്യാം? താമസിക്കുന്ന സ്ഥലത്ത് കയറുന്ന വാതിലിൽ ഒരു 3 നാരങ്ങ, അറിയാലോ നാരങ്ങയുടെ പ്രത്യേകത, നാരങ്ങ ഒപ്പം പച്ചമുളക് എന്ന് പറയുന്ന സാധനം അറിയാലോ, അതും 3 എണ്ണം എടുക്കുക, ഒരുമിച്ച് ഒരു മാല പോലെ കെട്ടി വീടിൻ്റെ വാതിൽക്കൽ ഇടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു സിസ്റ്റം ഉണ്ടാവും. വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി കടക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ നാരങ്ങയും പച്ചമുളകും കൂടെ പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നാരങ്ങ വെള്ളം കൂടെ ഉണ്ടാക്കാം എന്നായിരിക്കും പറഞ്ഞു വരുന്നതെന്ന് ചിലർക്ക് തോന്നും. അങ്ങനെയല്ല, ഇത് കഴിഞ്ഞിട്ട് അതെടുത്ത് ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഇടുക വീട്ടിൽ. രണ്ടാമത്തതായിട്ട് പറയുന്നത്, കയറി വരുന്നതിന് നേർക്കൊരു മിറർ, ഒരു കണ്ണാടി സ്ഥാപിക്കുക. കണ്ണാടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം എവിടുന്ന വീട്ടിലേക്ക് വരുന്നോ അത് തിരികെ അവിടേക്ക് തന്നെ ചെല്ലും എന്നും പറയപ്പെടുന്നുണ്ട്, വാസ്തുവിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ
ദൃഷ്ടിദോഷം ആ രീതിയിലും നമുക്ക് അകറ്റാൻ സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വീട്ടിന് മുന്നിൽ കയറി വരുന്ന വഴിയിൽ മുമ്പിലായിട്ട് ഒരു തുളസി തറ മാത്രം പോരാ, തുളസിയും വേണം. തുളസി ചെടി വയ്ക്കുന്നത് വളരെ ഉചിതമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അതുപോലെ ഇത്രയും കാര്യങ്ങൾ, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ. ആഴ്ചയിൽ 2 ദിവസം ഉപ്പ് ചേർത്ത വെള്ളത്തിൽ കുളിക്കുക. കടലിലുള്ള കുളിയാണ് പറയുന്നത്. നമുക്കത് എല്ലാ ദിവസവും സാധിക്കാത്തത് കൊണ്ട്, അല്ലെ ആഴ്ചയിൽ ഒരു ദിവസം കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന റോക്ക് സോൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് ഉപയോഗിച്ച് കുളിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കൂടിയാണ്, നമ്മൾ താമസിക്കുന്ന എല്ലാ വീടിൻ്റെ മുന്നിൽ ഒരു പ്രധാന വാതിലുണ്ടാവും, ഒരു ഡോർ ഉണ്ടാവും. അതിൻ്റെ ഹാൻഡിൽ മീൻസ് അത് പിടിക്കത്തില്ലേ, ആ ഭാഗത്ത് ഒരു കറുത്ത നൂല് കെട്ടിവെക്കുക. നമ്മുടെ കയ്യിൽ നമ്മൾ ചരട് കെട്ടാറുണ്ട്, അതുപോലെ ഒരു കറുത്ത നൂല് കെട്ടിവെക്കുക. അതും ഉത്തമമായിട്ട് പറയപ്പെടുന്നല്ല, അത് ഉത്തമമാണ്. വടക്കേ ഇന്ത്യയിലോട്ട് ചെല്ലുമ്പോൾ പിടിക്കുന്ന ഭാഗത്ത് ഒരു കറുത്ത നൂല് ചരട് കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, വീടിൻ്റെ കോണുകളിൽ കല്ലുപ്പ് വയ്ക്കുക എന്നുള്ളതാണ്. അത് ബൗളിനകത്ത് ആണ് പലരും വെക്കാറുള്ളത്. മൺപാത്രത്തിൽ വെച്ചാൽ കുറച്ചുകൂടെ, മണ്ണ് കൊണ്ട് നിർമ്മിച്ച ബൗളുണ്ടല്ലോ, അതിൽ വെച്ചാൽ കുറച്ചുകൂടെ പവർഫുൾ ആവും എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത്. ദേഹരക്ഷയുടെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് പൂജാമുറിയിൽ വയ്ക്കേണ്ട ഒരു വസ്തുവുണ്ട്, ഗോമതി ചക്രം. ഗോമതി ചക്രം പൂജാമുറിയിൽ വയ്ക്കുന്നതോടൊപ്പം വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ദൃഷ്ടിദോഷം, ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ദൃഷ്ടിദോഷം ഇല്ലാതാവുകയും ഒപ്പം ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും എന്നൊരു വിശ്വാസം കന്നഡ വിഭാഗത്തിനിടയിൽ നിലവിലുണ്ട്. അപ്പോൾ ഗോമതി ചക്രം വയ്ക്കുന്നതും ഉത്തമമാണ്. എന്താ ഗോമതി ചക്രം എന്നൊന്നും ആർക്കും അറിയത്തില്ലായിരിക്കും. ലിങ്ക് ഞാൻ വീഡിയോയുടെ സൈഡിൽ ഉണ്ടാവും. അപ്പോൾ അത് വയ്ക്കുന്നതും ഉത്തമമായിട്ട് കരുതപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഒരു മനുഷ്യൻ്റെ ദേഹരക്ഷ, ഏറ്റവും പ്രധാനം രുദ്രാക്ഷധാരണം. ഏത് രുദ്രാക്ഷം? പഞ്ചമുഖി രുദ്രാക്ഷം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നിഷ്ഠകളൊന്നും തന്നെ ഇല്ല, ആർക്കും ധരിക്കാം. അപ്പോൾ ആ പഞ്ചമുഖി ധരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും ധരിക്കാവുന്ന ഒന്നാണ് പഞ്ചമുഖി എന്ന് പറയുന്നത്. അത് ധരിക്കുന്നതോടുകൂടി കണ്ണേറ്, ദൃഷ്ടിദോഷം, നെഗറ്റീവ് എനർജി പരിപൂർണമായിട്ടും ശരീരത്തിൽ നിന്ന് പോവുകയും അതുപോലെ തന്നെ ശരീരത്തെ ബാധിക്കാത്തത്, നമ്മുടെ മാനസികമായിട്ട് നമ്മളെ ബാധിക്കില്ല. ദൃഷ്ടിദോഷം നമ്മുടെ ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും ബാധിക്കും, മനസ്സിനെയും തളർത്തും. കാലത്ത് എഴുന്നേൽക്കാൻ തോന്നില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ തോന്നില്ല, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കും, ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ അതിലൊക്കെയുള്ള ഒരു മാറ്റം രുദ്രാക്ഷധാരണത്തിലൂടെ ഉണ്ടാവും. കയ്യിൽ ധരിക്കാറുണ്ട്, കഴുത്തിലും ധരിക്കാറുണ്ട്. അപ്പോൾ കയ്യിൽ ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴുത്തിൽ ധരിക്കുന്നത് ഹൃദയത്തോട് ചേർത്തായിരിക്കണം. ഹൃദയത്തോട് ചേർത്ത് ധരിക്കുമ്പോൾ ഉള്ള വിധികളൊക്കെ എന്നെ വിളിക്കുന്നവരടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, പറയാറുണ്ട്. പലരും എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരുവിധം പ്രശ്നമൊക്കെ തട്ടി നീങ്ങും. പിന്നെ ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ചെവി കൊടുക്കണ്ട, കാരണം അത് നമ്മളെ ഏൽക്കില്ല. അത് പറയുന്നതും അത് കേൾക്കുന്നവനും അത്രയേ ഉള്ളൂ എന്ന് മാത്രം ചിന്തിക്കുക. അതിന് മറുപടി കൊടുക്കാൻ പോകാത്തതാണ് ഒരു കണക്കിന് നല്ലത്. ആരും എന്തും പറഞ്ഞോട്ടെ, നാളെ അവരൊക്കെ അതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. ചിലപ്പോൾ മാറ്റി പറയാൻ ഉണ്ടാവണമെന്നുമില്ല. താഴ്ന്നു കിടക്കുന്ന ഒരു വ്യക്തി എപ്പോഴാണ് ഉയർന്നു വരുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല ആർക്കും. ചിലപ്പോൾ അന്ന് ഒരു വ്യക്തി വളർന്ന്, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, വളർച്ചയുടെ ഉച്ചകോടിയിൽ, പാരമ്യതയിൽ, ഉത്തുംഗ ശ്രേണിയിൽ എത്തിച്ചേരുമ്പോൾ അവർ മാറ്റി പറയും പറഞ്ഞത്, അല്ലെങ്കിൽ പറയും നമ്മുടെ കക്ഷിയാണ് എന്ന് പറയും, നമ്മുടെ ആളാണ് എന്ന് പറയും. അപ്പോഴും നമ്മുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ ഉണ്ടാവണം, മുഖത്ത് ഒരു ചിരി ഉണ്ടാവണം. ആദ്യം എങ്ങനെ ചിരിച്ചോ അതേപോലെ ഒരു ചിരി, അത് മാത്രം മതി. അതാണ് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറഞ്ഞുകൊണ്ട്
നന്മയും സന്തോഷവുമൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. മഹാരുദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.